രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോക പ്രശസ്തമായിട്ടുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓർമ്മിക്കുക, ത്വക്ക് രോഗങ്ങൾക്ക്, മാറാത്ത ത്വക്ക് രോഗങ്ങൾക്ക് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ജന്മജന്മാന്തര ശാപങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ശാപങ്ങൾ മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ഇവർക്കെല്ലാം ഉത്തമമായ ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം. ബൃഹദേശ്വരൻ നിങ്ങളുടെ സങ്കടങ്ങൾ അകറ്റുന്നവനാണ്. ഇത് ലോക പ്രശസ്തമായ ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഇതുള്ളത്. ഇത് 11-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണെന്നറിയുക. നിങ്ങൾ ട്രിച്ചിയിൽ ഇറങ്ങിയാൽ മതി. ട്രിച്ചിയിൽ നിന്ന് ഇഷ്ടം പോലെ തഞ്ചാവൂർ, കുംഭകോണം റൂട്ടിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബസ്സുണ്ട്, ട്രെയിനുണ്ട്. അപ്പോൾ ട്രിച്ചിയിൽ ചെന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തഞ്ചാവൂർ എത്തിച്ചേരാവുന്നതാണ്. പിന്നെ ബൃഹദേശ്വര ക്ഷേത്രം അത്ര കണ്ട് പ്രശസ്തവുമാണ്. ഇവിടെ തഞ്ചൻ എന്ന ഭൂതം താമസിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഭൂതത്തിൻ്റെ ഉപദ്രവം കൊണ്ടങ്ങ് സഹി കെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും മഹാവിഷ്ണു ഈ തഞ്ചൻ എന്ന ഭൂതത്തെ വധിക്കുകയും ചെയ്തു. ആ മരണസമയത്ത് ഈ തഞ്ചൻ എന്ന ഭൂതം പറഞ്ഞു, അല്ലയോ മഹാവിഷ്ണു, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെടണം. മഹാവിഷ്ണു പറഞ്ഞു, നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നു. തഞ്ചൻ വസിച്ച ഊര് എന്ന നിലയിൽ ഇന്നു മുതൽ ഇത് തഞ്ചാവൂരെന്നറിയപ്പെടും. പിന്നെ തഞ്ചത്തിന് അഭയസ്ഥാനം എന്നും അർത്ഥമുണ്ട്. അഭയം കൊടുക്കുന്ന സ്ഥാനം എന്നർത്ഥത്തിലും തഞ്ചാവൂരെന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഐതിഹ്യം, ചോഴ രാജാവിന് ചോഴ രാജാവിന് കുഷ്ഠരോഗം പിടിപെട്ടു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. എന്തുകൊണ്ട് തനിക്ക് ഈ കുഷ്ഠരോഗം പിടിപെട്ടു എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? തൻ്റെ ഗുരുവായ ഹരിദത്തനെ സമീപിച്ചു. അപ്പം ഹരിദത്തൻ ധ്യാനത്തിലിരുന്നിട്ട് പറഞ്ഞു, അങ്ങ് കഴിഞ്ഞ ജന്മം വളരെ ക്രൂരനായ ഒരു വേട്ടക്കാരനായിരുന്നു. ഒരുപാട് ജന്തുക്കളെ മൃഗീയമായി കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങേക്ക് ആ പാപം മൂലമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് ശിവന്റെ ക്ഷേത്രം പണിയണം. അങ്ങനെ ഈ ശിവക്ഷേത്രത്തിനുള്ള മഹാലിംഗം നർമ്മദാ നദിയിൽ മുങ്ങിക്കിടപ്പുണ്ട്. അവിടെ നിന്നും എടുത്തുകൊണ്ട് വന്ന് വേണം ഇത് പണിയുന്നതിന്. അപ്പോൾ രാജാവും ഒരു സംഘവുമായിട്ട് നർമ്മദാ നദിയിൽ ചെല്ലുകയും നർമ്മദാ നദിയിൽ കുറേ തിരഞ്ഞപ്പോൾ ഒരു മഹാലിംഗം ലഭിക്കുകയും ചെയ്തു. ഇത് കരയിലേക്ക് എടുത്തു വെച്ചപ്പോൾ ആ ലിംഗം അവിടെ ഇരുന്ന് വലുതാകാൻ തുടങ്ങി, എന്ന് പറഞ്ഞാൽ ബൃഹത്താകാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ശിവലിംഗത്തെ ബൃഹദീശ്വരൻ എന്നറിയപ്പെടുന്നു. അവൻ ബൃഹത്താകാൻ തുടങ്ങി, വലുതാകാൻ തുടങ്ങിയതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെട്ടത്. ഈ ലിംഗം കണ്ടെത്തുന്നതിനും ഇത് തലസ്ഥാനത്ത് തിരിച്ചെത്തിക്കുന്നതിനും ഏതാണ്ട് 6 മാസത്തോളം വേണ്ടി വന്നു. ഇവിടെ സോമവർമ്മൻ എന്ന് പറയുന്ന ഒരു ശില്പിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നിർമ്മാണങ്ങൾ തുടങ്ങി. 12 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ക്ഷേത്രം പൂർത്തിയാക്കുകയും ഈ നർമ്മദയിൽ നിന്ന് കിട്ടിയ ലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിഷ്ഠിച്ച് കുംഭാഭിഷേകവും നടത്തി. ഗുരു നിർദ്ദേശിച്ച പ്രകാരം ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ മഹാരാജാവ് മുങ്ങിക്കുളിച്ചു. കുളി കഴിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹത്തിന് രോഗം ബാധിച്ചതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. അത്ഭുതകരമായിരുന്നു. കുഷ്ഠരോഗം, ആ ത്വക്കിൽ വന്ന രോഗം ഒരു പാട് പോലുമില്ലാതെ ഇതിലെ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ മാറി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. നല്ല ഐശ്വര്യമുള്ള ശരീരമായി മാറി. നൈമിഷാരണ്യ മഹർഷി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ്
ഈ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ഐതിഹ്യവും കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഐതിഹ്യം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജരാജ ചോഴൻ ഒന്നാമൻ എല്ലാ ദിവസവും തിരുവാരൂരിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തും. പക്ഷെ ചില ദിവസങ്ങളിൽ അവിടം വരെ പോയി ദർശനം നടത്താൻ കഴിയാതെ മുടങ്ങി. അപ്പം തനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ ശിവനെ കണ്ടു പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു ക്ഷേത്രം പണിയാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നർമ്മദാ നദിയിൽ നിന്ന് ലിംഗം കൊണ്ടുവന്നു. എന്നിട്ട് തഞ്ചാവൂരാണ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ആദിശൈവര് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തി. പക്ഷേ പ്രതിഷ്ഠ നടത്തിയപ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കുന്നില്ല. അപ്പം ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി. എന്താണ്? കാരൂർ തേവരെ വിളിച്ചു പ്രതിഷ്ഠ നടത്തൂ. അപ്പം ആർക്കും കാരൂർ തേവർ ആരാണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചു, ഇതേതാണ് ഈ കാരൂർ തേവരെന്ന് പറയുന്നത്? അപ്പോഴവിടെ ഭോഗമുനി എത്തി. ഭോഗമുനി പറഞ്ഞു, ഞാൻ കാരൂർ തേവരെ വരുത്താം. അദ്ദേഹം ഒരു പശുവിൻ്റെ വാലിൽ ഒരു ക്ഷണപത്രിക കെട്ടിവെച്ച് പശുവിനോട് പറഞ്ഞു, നീ പോയി തേവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. പശു കൃത്യമായിട്ട് പോയി കാരൂർ തേവരെ കണ്ടെത്തി. കാരൂർ തേവര് പശുവിൻ്റെ വാലിലുള്ള ഈ ഓല അഴിച്ചു വായിച്ചപ്പോൾ അങ്ങ് വന്ന് ഈ ലിംഗം ഉറപ്പിക്കണമെന്ന് പറയുകയും അങ്ങനെ കാരൂർ തേവര് ഈ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെല്ലത്തിലെ ചുണ്ണാമ്പെടുത്ത് പ്രതിഷ്ഠയിലങ്ങ് തേച്ചിട്ട് വെച്ചു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ശിവലിംഗം അവിടെ ഉറച്ചു. അങ്ങനെ ഈ കാരൂരിനെ രാജരാജൻ തൻ്റെ ഗുരുവായി നിയമിക്കുകയും ചെയ്തു. 30 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം. ഇത് ഒറീസ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര ഗോപുരം ഉയരക്കൂടുതലായിരിക്കും. ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരത്തിന് ഉയരക്കുറവ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ക്ഷേത്ര ഗോപുരത്തിന് ഉയരക്കുറവും ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരത്തിന് ഉയര കൂടുതലുമാണ്. ഇത് ഒറീസയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു താഴികക്കുടം വെച്ചിട്ടുണ്ട്. അതൊരൊറ്റ കല്ലിലാണ്. ആ കല്ല് 81 ടൺ ഭാരമുള്ള ശിലയാണ്. ഈ 81 ടൺ ഭാരമുള്ള ശില ഇതിൻ്റെ മുകളിൽ എങ്ങനെ എത്തിച്ചു എന്നത് ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ മഹാലിംഗമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഈ മഹാലിംഗത്തിന് 4 അടി ഉയരം, 7 അടി ചുറ്റളവ്. കിഴക്കോട്ടാണ് ദർശനം. ശൈവ ഗുരുക്കന്മാരാണ് ഇവിടെ പൂജിക്കുന്നത്. അതുകൊണ്ട് മകുടാഗമം അനുസരിച്ചാണ് പൂജ നടത്തുന്നത്. ഇവിടെ നെയ്യ് നിർബന്ധമാണ്. അവിടെ തൊഴാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, നെയ്യില്ലാതെ വിളക്ക് കത്തിക്കാൻ വേണ്ടി ശ്രീകോവിലിൽ ആരെയും കയറ്റുകയില്ല. ഈ ക്ഷേത്രത്തിന് ലോകത്തൊരു ക്ഷേത്രത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ചെമ്പക പൂമുട്ടുകളിട്ട് പരിമളം വരുത്തുന്ന നല്ല സുഗന്ധപൂരിതമായ ജലം കൊണ്ട് മാത്രമേ ശിവലിംഗം അഭിഷേകം ചെയ്യുകയുള്ളൂ. അപ്പം ചെമ്പകത്തിൻ്റെ പൂമുട്ട് കൊണ്ടിട്ട് നല്ല സുഗന്ധം വരുത്തിയിട്ട് അതുകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രം, ശിവന്റെ ക്ഷേത്രമെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ബ്രാഹ്മനായികയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേഹി. ബൃഹന്നായികയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവി എന്ന് പറയുന്നത്. അപ്പം അവിടെ ചെല്ലുന്നവർ ഈ ബൃഹദേശ്വരൻ എന്ന ശിവനെ വണങ്ങിയതിന് ശേഷം ആരെ പോയി കാണണം? ബൃഹന്നായകി എന്ന ദേവിയെ കണ്ട് നിങ്ങളെല്ലാവരും വഴങ്ങണം. ഇവിടെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് നന്ദി മണ്ഡപത്തിൻ്റെ അതായത് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനും നന്ദി മണ്ഡപത്തിനും നടുക്കായിട്ടാണ് ആരുടെ ക്ഷേത്രം കാണുന്നത്? ദേവിയുടെ ക്ഷേത്രം കാണുന്നത്. അപ്പം നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിവലിംഗം തൊഴുതതിന് ശേഷം നിങ്ങൾ ആരെ തൊഴുക? ദേവിയെ തൊഴുക.
ഇവിടുത്തെ ഒരു പ്രത്യേകത, സുബ്രഹ്മണ്യന് പ്രത്യേക ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്രം ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ കൂടെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യനെയും വണങ്ങുക. തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഗണപതി ഇരിപ്പുണ്ട്. ഗണപതിയെ പോയി വണങ്ങണം. വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ചണ്ഡേശ്വരൻ ഇരിപ്പുണ്ട്. ചണ്ഡേശ്വരനെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതാണ്. ചണ്ഡേശ്വരൻ അവിടെ വളരെ ശക്തിയാണ്. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അവിടെ ഇരിപ്പുണ്ട്. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നടരാൻ ഇരിപ്പുണ്ട്. പ്രധാന ഉപദേവതയാണിത്. ക്ഷേത്രത്തിൻ്റെ പുറത്തെ കോട്ടയിൽ ഒരു അപൂർവമായ ഉപദേവതയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉപദേവതകളാണ് ഗണപതിയും ചണ്ഡേശ്വരനും നടരാജനും ഒരു പ്രധാനപ്പെട്ട ഉപദേവതകളാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്തെ കോട്ടയിൽ മറ്റെവിടെയും ഇല്ലാത്ത ഒരു അപൂർവമായ ഉപദേവത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഉപദേവതയുടെ പേര് ജ്വരഹരേശ്വരൻ എന്നാണ്. ജ്വരഹരേശ്വരൻ, ജ്വരം, പനി. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഈ മൂർത്തിക്ക് ചന്ദനക്കാപ്പ് നടത്തിയാൽ മതി, എത്ര കഠിനമായ ജ്വരവും മാറിക്കിട്ടും എന്നതാണ് അവിടുത്തെ ഒരു സത്യം. ഈ ലിംഗത്തിൽ എപ്പോഴും ഈ പ്രതിഷ്ഠയിൽ എപ്പോഴും ചന്ദനമുണ്ടായിരിക്കും. പനിയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു? ഈ പ്രതിമയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചന്ദനമെടുത്ത് പ്രസാദമായിട്ട് കൊടുക്കും. ആ പ്രസാദം കഴിക്കുന്നതോടുകൂടി ആ നിമിഷം തന്നെ പനി ഇല്ലാതാകുന്ന ഒരത്ഭുത ക്ഷേത്രമാണത്. ആ ദേവതയുടെ പേര് ജ്വരഹരേശ്വരൻ എന്നാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ ജ്വരഹരേശ്വരനെ വണങ്ങുക. അല്പം ചന്ദനം വാങ്ങിച്ചു വെക്കുക. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ എന്ത് പരീക്ഷിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവരാണല്ലോ. കടുത്ത പനി വന്ന് മാറാതെ വരുമ്പോൾ ഈ ചന്ദനം ഒരല്പം കഴിച്ചാൽ ഉടൻ മാറ്റം ഉണ്ടാകും. അവിടുത്തെ നന്ദി പ്രതിമ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടുത്തെ നന്ദി പ്രതിമ 12 അടി ഉയരമാണ്, 19.5 അടി നീളമാണ്, 8.25 അടി വീതിയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹമാണിത്. ഒന്നാം സ്ഥാനം ആന്ധ്രയിലെ ലേപാക്ഷി ക്ഷേത്രത്തിലാണ്. ആന്ധ്രയിലെ ലേപാക്ഷി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനാണ് ഒന്നാം സ്ഥാനം നന്ദി. രണ്ടാമത്തെ സ്ഥാനം ഇതിനാണ്. ഇത് പച്ചയമലയിൽ നിന്നാണ് നന്ദി വിഗ്രഹം തീർക്കാനുള്ള കല്ല് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊരു ഐതിഹ്യം നർമ്മദയിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമുണ്ട്. മേടമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. ഇപ്പം 9 ദിവസമായി ചുരുക്കി. പണ്ട് 18 ദിവസമായിരുന്നു. അതായത് വൃശ്ചിക മാസം, അതായത് കാർത്തിക മാസത്തിലെ കാർത്തിക നാട് അവിടെ വലിയ ആഘോഷമാണ്. അന്നത്തെ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ അവിടെ പോയി തൊഴുതാൽ നിങ്ങളുടെ ത്വക്ക് രോഗത്തിന് ശമനമുണ്ടാകും. യാതൊരു സംശയങ്ങളും വേണ്ട. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ ഗാനാലാപനം നടത്താൻ 360 കൊട്ടാരം ആസ്ഥാന ഗായകരുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ വർഷത്തിൽ ഒരു ദിവസം ബൃഹദേശ്വരന് സംഗീതാർച്ചന നടത്തണം. ഒരാൾ ഒരു ദിവസം, അടുത്ത ആൾ അടുത്ത ദിവസം. ഇപ്പം ഞാൻ അവിടുത്തെ സംഗീതജ്ഞനാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ സംഗീതാർച്ചന നടത്തിയാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനുള്ള അവസരം വരുന്നത്. പിന്നെ ക്ഷേത്ര നൃത്ത മണ്ഡപം, അവിടെ നൃത്തം ചെയ്യാൻ വേണ്ടി മഹാരാജാവ് ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ പിന്തുടർച്ചക്കാരാണ് തഞ്ചാവൂരിനെ കലകളുടെ നാടെന്ന പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്. ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമാണ് തഞ്ചാവൂര് വളരെ പ്രശസ്തമായി മാറിയത്. ഇവിടെ കർണാടക സംഗീതം, ഭരതനാട്യം, നാടകം, അങ്ങനെ സുകുമാര കലകളുടെ കളിത്തൊട്ടിലായിട്ട് അറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. അത് ബൃഹദേശ്വര ക്ഷേത്രം വന്നതിന് ശേഷമാണ്. ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ നൃത്തമണ്ഡപത്തിൽ നൃത്തമുണ്ട്, ഭരതനാട്യമുണ്ട്, നാടകമുണ്ട്, സകല സംഗീതമുണ്ട്, കർണാടക സംഗീതം, സകല സുകുമാര കലകളുമുണ്ട്. അങ്ങനെ സുകുമാര കലകളുടെ നാടായി
തഞ്ചാവൂർ അറിയപ്പെട്ടു തുടങ്ങിയത് ഈ ബൃഹദേശ്വരൻ എന്ന സാക്ഷാൽ ശിവൻ അവിടെ വന്നതിന് ശേഷമാണ്. നമ്മളെ ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളുമൊക്കെ തഞ്ചാവൂരിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകപ്രശസ്തമായ ബൃഹദേശ്വര ക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾ ചിദംബരത്തോ വൈത്തീശ്വരം കോവിലോ പോകുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. തഞ്ചാവൂര് കഴിഞ്ഞ് വേണം നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് ത്വക്ക് രോഗങ്ങളുണ്ടെങ്കിലോ തീരാത്ത സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന് അവിടുത്തെ ശിവനോട് പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അത്യുത്തമമാണ് ആരെന്ന് പറയുന്നത്, അവിടുത്തെ ശിവൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോയി ബൃഹദേശ്വരൻ എന്ന ശിവന്റെ അനുഗ്രഹം വാങ്ങുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.